രക്ഷിതാക്കളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേദിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്പം കാര്യം അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിൽ നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് മുത്തുനബി? തരിശായി കിടക്കുന്ന മരുഭൂമിയിലെ കടും ചിന്തകരായ അറബികളെ ഇരുട്ടിൽ നിന്ന് അകറ്റി അവരുണ്ടായിരുന്ന ദുസ്വഭാവത്തെയും അകലെ ലോക നേതാക്കളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബർണാഡ് ഷാ പറയുന്നുണ്ട്, I like Muhammad. Muhammad is ability. Muhammad was not only a prophet but also a scientist and sociality. എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ്. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു ശാസ്ത്രജ്ഞനും ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. എഴുന്ന ജന്തുക്കളും പറക്കുന്ന പക്ഷികളും നീന്തുന്ന മത്സ്യങ്ങളും വർണ്ണജാതി വ്യത്യാസം നോക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകാപ്പോൾ സഹോദരങ്ങളാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിയനോ സ്ഥാനം കൽപ്പിക്കാത്ത പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ അസ്തമായി വിമോചനത്തിന്റെ പാദത്ത് വെച്ചു കൊടുത്ത ഹബീബുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടമായിട്ടും മൺചുപരങ്ങളുള്ള ഈന്നപ്പനക്കൊണ്ടുള്ള ഹബീബിനെ വീട്ടിൽ ദിവസവും അടിച്ചുവാരി AC ഇല്ലാത്ത ഫാൻ ഇല്ലാത്ത മരുഭൂമിയുടെ മണ്ണിൽ കീറപ്പായി വിരിച്ചു കിടന്നുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പായൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ലോകത്തുള്ളത്. എന്നാൽ നാൽക്കാലികൾക്ക് തീറ്റിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി വരികയും വീട്ടുകാരെയും അയൽവാസിയെ സഹായിച്ചും സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നിയും വസ്ത്രം തുന്നി പിടിച്ചും ചെയ്ത ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റാരുമില്ലാന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ലോകത്തിന് കാരണമായിട്ടാണ് അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. ലോകത്തിന് കാരണമായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്കുള്ള ബാധ്യത ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാവുന്നതല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിടിക്കാൻ വരുമ്പോൾ വേദന തോന്നുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്രാഈൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഓ നബിയേ, അങ്ങയുടെ റൂഹ് പിടിച്ചെടുക്കുന്നത് എല്ലിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെയാണ്. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിച്ചെടുക്കുന്നത് മുള്ളിൽ നിന്ന് ശിര വലിച്ചെടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ മരണവേദനയിൽ പോലും എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്ന എന്റെ ഹബീബിയോട് എനിക്കുള്ള ബാധ്യത ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാവുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ആ പൂന്താരി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് വർദ്ധിക്കുകയും ചെയ്യണം. അതിനാണ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.